ആകാശവാണി വാർത്താവീക്ഷണം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം കുട്ടികളുടെ നേട്ടങ്ങൾ ആഘോഷിച്ച് രാഷ്ട്രം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജു പ്രഭ. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ കുട്ടികളാണ്. അവർ രാജ്യത്തിന്റെ ഭാവി നിർമ്മാതാക്കളും പുരോഗതിയുടെ അടിസ്ഥാനവും കൂടിയാണ്. നല്ല വിദ്യാഭ്യാസവും മൂല്യബോധവും ലഭിച്ച കുട്ടികൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. കുട്ടികളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് ശക്തമായ ഭാവി സൃഷ്ടിക്കുന്നത്. ഇന്ത്യയിലെ കുട്ടികളുടെ അസാധാരണ കഴിവുകളും സാമൂഹ്യ പ്രതിബദ്ധതയും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമതികളിലൊന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം. കല, സാഹിത്യം, കായികം, ശാസ്ത്രം, സാമൂഹ്യ സേവനം തുടങ്ങി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ബാലപ്രതിഭകൾക്ക് വീർ ബാൽ ദിനത്തിൽ ഈ പുരസ്കാരം രാജ്യത്തിന്റെ ആദരസൂചകമായി നൽകപ്പെടുന്നു. ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷകളായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുരസ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് അനുസൃതമായി ശാക്തീകരിക്കപ്പെട്ടവരും ഉത്തരവാദിത്തമുള്ളവരുമായ പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ഇതിലൂടെ അടയാളപ്പെടുത്തുന്നു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രചോദനം നൽകുന്ന ധീരതയുടെയും പോരാട്ടവീര്യത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും കഥകൾ ഉയർത്തിക്കാട്ടും. ശ്രദ്ധേയമായ മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നത്. 18 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 20 കുട്ടികളെയാണ് 2025 പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ ബാലപുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാര ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ഈ പുരസ്കാരം രാജ്യത്തുടനീളമുള്ള എല്ലാ കുട്ടികൾക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പുരസ്കാരം നേടിയ കുട്ടികൾ അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനാകെയും അഭിമാനമായി. രാജ്യത്തിന്റെ അനുപമമായ ധീരതയുടെ ചരിത്രം രാഷ്ട്രപതി അനുസ്മരിച്ചു. ഏകദേശം 320 വർഷങ്ങൾക്ക് മുൻപ് സിഖ് മതവിശ്വാസപ്രകാരമുള്ള 10ാമത്തെ ഗുരുവും ആദരണീയനുമായ ഗുരു ഗോവിന്ദ് സിംഗ് ജിയും അദ്ദേഹത്തിന്റെ 4 ആൺമക്കളും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നതിനിടയിൽ പരമത്യാഗം വരിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ഇളയ 2 സാഹിബ്സാദമാരുടെ ധീരത ഇന്ത്യയിലും വിദേശത്തും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി അഭിമാനപൂർവ്വം ജീവൻ ബലിയർപ്പിച്ച ബാലവീരന്മാരെ രാഷ്ട്രപതി ആദരവോടെ സ്മരിച്ചു. ഒരു രാജ്യത്തെ കുട്ടികൾ ദേശസ്നേഹത്താലും ഉയർന്ന ആദർശങ്ങളാലും പ്രചോദിതരായിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ മഹത്വം ഉന്നതിയിലായിരിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. 7 വയസ്സുള്ള വാഗലക്ഷ്മി പ്രാജ്ഞികയെ പോലെ പ്രതിഭയുള്ള കുട്ടികൾ കാരണം ഇന്ത്യ ലോകവേദിയിൽ ഒരു ചെസ് ശക്തികേന്ദ്രമായി ഉയർന്നു നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞു. ധൈര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച അജയ് രാജും മുഹമ്മദ് സിദാനും എല്ലാ പ്രശംസയും അർഹിക്കുന്നു. ആപത്തിൽപ്പെട്ട സഹപാഠികളുടെ ജീവൻ രക്ഷിച്ച പാലക്കാട് കോട്ടോപ്പാടം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സിദാന് രാഷ്ട്രീയ ബാലപുരസ്കാരം സമ്മാനിച്ചു. സ്കൂളിലേക്കുള്ള വഴിയെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ സഹപാഠികളെ രക്ഷിച്ച ധീരതയ്ക്കാണ് അവാർഡ്. സമയോചിത ഇടപെടലിലൂടെയാണ് 2 സഹപാഠികളുടെ ജീവൻ രക്ഷിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു. സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ വൈദ്യുതാഘാതമേറ്റ 2 കുട്ടികളെ സമയമൊട്ടും പാഴാക്കാതെ അടുത്തുകിടന്ന വടി ഉപയോഗിച്ച് രക്ഷിച്ച സിദാന്റെ ധൈര്യവും പ്രായോഗിക ബുദ്ധിയുമാണ് രാജ്യത്തിന്റെ ശ്രദ്ധ നേടിയത്. അതിർത്തിയിൽ കാവൽ നിന്ന ഇന്ത്യൻ സൈനികർക്ക് യുദ്ധസമയത്ത് സഹായമെത്തിച്ച 10 വയസ്സുകാരൻ ശ്രാവൺ സിംഗിന് രാജ്യത്തിന്റെ ആദരം. പഞ്ചാബിലെ ഫിറോസ്പൂരിലുള്ള ചക്തരൻ വാലി സ്വദേശിയാണ് ശ്രാവൺ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ അപകട സാധ്യതകൾക്കിടയിലും 10 വയസ്സുള്ള ശ്രാവൺ സിംഗ് തന്റെ വീടിനടുത്തുള്ള അതിർത്തിയിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈനികർക്ക് പതിവായി വെള്ളം, പാൽ, ലസ്സി എന്നിവ എത്തിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി. കായിക മേഖലയിലെ അസാധാരണമായ നേട്ടങ്ങൾ പരിഗണിച്ചാണ് 14-കാരനായ വൈഭവ് സൂര്യവംശിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറിയതോടെയാണ് വൈഭവ് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനാകുന്നത്. IPLന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ സെഞ്ചുറി നേടി. വിജയ് ഹസാരെ ട്രോഫിയിൽ ബിഹാറിനായി 84 പന്തിൽ നിന്ന് 190 റൺസ് നേടി. ഒട്ടേറെ റെക്കോർഡുകളും താരം സ്വന്തം പേരിലാക്കി. അതേസമയം ഭിന്നശേഷിക്കാരിയായ ശിവാനി ഹൊസുരു ഉപാര സാമ്പത്തികവും ശാരീരികവുമായ പരിമിതികളെ മറികടന്ന് കായിക ലോകത്ത് അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇത്തരത്തിൽ ധീരരും കഴിവുള്ളവരുമായ കുട്ടികൾ തുടർന്നും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
യുവജന ശാക്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന വീർ ബാൽ ദിവസ് ദേശീയ പരിപാടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജെൻ സെഡ്, ജെൻ ആൽഫ തലമുറകൾ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കും. യുവജനങ്ങളുടെ കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒരു കുട്ടി ബുദ്ധിപൂർവ്വം സംസാരിച്ചാൽ അത് അംഗീകരിക്കണമെന്ന പഴഞ്ചൊല്ല് ഉദ്ധരിച്ച് പ്രായമല്ല പ്രവൃത്തികളാണ് മഹത്വം നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. പ്രചോദനമേകുന്ന കാര്യങ്ങൾ ചെയ്യാൻ യുവാക്കൾക്ക് കഴിയുമെന്നും പലരും അത് ഇതിനകം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നേട്ടങ്ങളെ ഒരു തുടക്കമായി മാത്രമേ കാണാവൂ എന്നും സ്വപ്നങ്ങൾ വാനോളമുയർത്തി ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ തലമുറ ഭാഗ്യവാന്മാരാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, നിരാശ നിറഞ്ഞ പഴയ കാലഘട്ടത്തിൽ യുവാക്കൾ സ്വപ്നം കാണാൻ പോലും ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം അവരുടെ കഴിവുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി. ഇന്ന് രാജ്യം പ്രതിഭകളെ തേടിപ്പിടിക്കുകയും അവർക്ക് വേദികൾ ഒരുക്കി നൽകുകയും 140 കോടി പൗരന്മാരുടെ ശക്തിയെ അവരുടെ അഭിലാഷങ്ങളുമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ വിജയത്തിലൂടെ യുവാക്കൾക്ക് ഇന്റർനെറ്റിന്റെയും പഠന വിഭവങ്ങളുടെയും ശക്തി ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംരംഭകത്വം എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കായികരംഗത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖേലോ ഇന്ത്യയും നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം സൻസദ് ഖേൽ മഹോത്സവിൽ പങ്കെടുത്ത കാര്യം സൂചിപ്പിച്ച പ്രധാനമന്ത്രി, യുവാക്കളുടെ പുരോഗതിക്കായി നിരവധി വേദികൾ ഇന്ന് ലഭ്യമാണെന്ന് അറിയിച്ചു. ലക്ഷ്യബോധത്തോടെ ഇരിക്കാൻ യുവാക്കളോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി ഹ്രസ്വകാല പ്രശസ്തിയുടെ തിളക്കത്തിൽ വീണുപോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. ചിന്തകളിലെ വ്യക്തതയും തത്വദീക്ഷയുമാണ് അത്യന്താപേക്ഷിതം. രാജ്യത്തെ മഹത് വ്യക്തികളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും സ്വന്തം വിജയം അവനവനിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ വിജയമായി മാറുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യ ഇന്ന് അഭൂതപൂർവമായ സാഹചര്യങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. വരാനിരിക്കുന്ന 25 വർഷങ്ങൾ രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കും. സ്വാതന്ത്ര്യത്തിനു ശേഷം ആദ്യമായി ഇന്ത്യയുടെ കഴിവുകളും ആഗ്രഹങ്ങളും ലോകത്തിന്റെ പ്രതീക്ഷകളും ഒത്തുചേരുന്ന ഒരു ഘട്ടമാണിത്. ഇന്നത്തെ യുവാക്കൾ മുമ്പെങ്ങുമില്ലാത്ത വിധം മികച്ച അവസരങ്ങളുടെ കാലഘട്ടത്തിലാണ് വളർന്നുവരുന്നതെന്നും അവരുടെ കഴിവുകളും ആത്മവിശ്വാസവും നേതൃത്വവും പ്രയോജനപ്പെടുത്തുന്നതിന് മികച്ച അവസരങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. വിദ്യാഭ്യാസ നയത്തിൽ വരുത്തിയ സുപ്രധാന പരിഷ്കാരങ്ങളിലൂടെ രാജ്യം വികസിത ഇന്ത്യയ്ക്കായുള്ള ശക്തമായ അടിത്തറ പാകുകയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 21ാം നൂറ്റാണ്ടിലെ ആധുനിക പഠന രീതികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് പ്രായോഗിക പഠനത്തിന് പ്രാധാന്യം നൽകുന്നു. മനഃപാഠം പഠിക്കുന്നതിനു പകരം കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം പകരുന്നു. ഒപ്പം പ്രശ്നപരിഹാരശേഷി വളർത്തുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ അഭിമാനമായ ധീരരായ സാഹിബ് സാദാമാരെ രാജ്യം സ്മരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, അവർ അജയ്യമായ ധൈര്യത്തിന്റെയും വീരതയുടെയും പരമോന്നത പ്രതീകങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി. സാഹിബ് സാദാമാരുടെ വീര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സർക്കാർ ഡിസംബർ 26 വീർ ബാൽ ദിവസ് ആഘോഷിക്കാൻ തുടങ്ങിയതിൽ വലിയ അഭിമാനം തോന്നുന്നു. വീർ ബാൽ ദിവസ് വികാരനിർഭരവും ഭക്തിസാന്ദ്രവുമായ ദിനമാണ്. അന്നത്തെ ഏറ്റവും വലിയ അധികാരശക്തിയെ ചെറുപ്രായത്തിൽ തന്നെ നേരിട്ട സാഹിബ് സാദ അജിത് സിംഗ് ജി, സാഹിബ് സാദ ജുഝാർ സിംഗ് ജി, സാഹിബ് സാദ സൊരാവർ സിംഗ് ജി, സാഹിബ് സാദ ഫത്തേ സിംഗ് ജി എന്നിവരെ നരേന്ദ്രമോദി അനുസ്മരിച്ചു. ചടങ്ങിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം നേടിയ 20 പേരുമായി നരേന്ദ്രമോദി സംവദിച്ചു. പുരസ്കാരത്തിന് കാരണമായ അനുഭവങ്ങൾ കുട്ടികൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് പങ്കുവച്ചു. വീർ ബാൽ ദിവസ് പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ജനപങ്കാളിത്തത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഈ യുവ വീരന്മാരുടെ അചഞ്ചലമായ ധൈര്യത്തെയും ത്യാഗത്തെയും ആദരിക്കുകയും സ്മരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രായത്തിന്റെ പരിധികളെ മറികടന്ന് ധൈര്യത്തോടെയും കരുണയോടെയും സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിഭാശാലികളും ധീരരുമായ ബാലികാ ബാലന്മാർ നമ്മുടെ രാഷ്ട്രത്തിന് വഴികാട്ടികളാകുന്നു. അവരുടെ ഈ അതുല്യമായ നേട്ടങ്ങളാണ് ശക്തവും ഉജ്ജ്വലവുമായ ഒരു നാളെയിലേക്കുള്ള രാജ്യത്തിന്റെ പ്രതീക്ഷയും പ്രചോദനവും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.